പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം. താൻ അനുഗ്രഹീതയായി എന്ന് മറിയത്തിന് ബോധ്യമായി. അതിൻ്റെ ഉറവിട കാരണമായ ദൈവത്തിന് അവൾ നന്ദി പ്രകാശിപ്പിച്ച്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ സമാധാനവും അനുഗ്രഹവും നന്ദിയും ആരാധനയും ഉള്ളവളായി നിലകൊള്ളും. വിശുദ്ധ ബീഡ് പറയുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതം കർത്താവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതാണ് എന്നാണ്. സ്തോത്രഗീതത്തിൽ 3 വ്യത്യസ്തതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധ മറിയത്തിൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചത് ആനന്ദത്തിൻ്റെ കവിയുന്ന അനുഭവം. 2, അവൾക്കായി ദൈവം പ്രത്യേകമായി കരുതി വച്ചിരുന്നത് അവൾ അനുസ്മരിക്കുന്നു. 3, ദൈവത്തിൻ്റെ സ്വഭാവ രീതികളെ അവൾ വർണ്ണിച്ച് പാടുന്നു. മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും തുളുമ്പി എലിസബത്തിലേക്ക് പതിക്കുകയും എലിസബത്ത് മറിയത്തിന് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിന് മഗ്നിഫിക്കാത്ത് എന്നാണ് പറയുന്നത്. ലാറ്റിൻ ഭാഷയിലുള്ള സ്തോത്രഗീതത്തിൻ്റെ ആദ്യ വാക്കാണത്. മഗ്നിഫിക്കാത്ത് അനിമ മെയ ഡൊമിനും എന്നാണ്. മൈ സോൾ പ്രൈസസ് ദ ലോർഡ്. 3 കാര്യങ്ങൾ വളരെ പ്രത്യേകമായി നമുക്ക് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ധ്യാനിക്കുവാനാകും. 1, മറിയത്തിൻ്റെ സ്തോത്രഗീതം എല്ലാത്തിനെയും പുനഃക്രമീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ളതാണ്. ദൈവം ഈ വലിയ ദൗത്യത്തിൽ വലിയവരെ തിരഞ്ഞെടുക്കാതെ ഏറ്റവും എളിയവളായ എന്നെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ രാജ്യ സ്ഥാപനം വിശക്കുന്നവർക്ക് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി നൽകിക്കൊണ്ടും വിനീതരെ ഉയർത്തിയും ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കിയും നടത്തുന്ന ദൈവീക പ്രവൃത്തിയാണ്. 2, മറിയത്തിൻ്റെ സ്തോത്രഗീതം സ്വകാര്യവും സാർവത്രികവുമാണ്. കാരണം മറിയത്തിൻ്റെ ദൈവാനുഭവം മറിയത്തിന് മാത്രമുള്ളതല്ല, അത് സർവ്വമാനവരാശിക്കും വേണ്ടി ഉള്ളതാണ്. അത് ഭൂമിയിലേക്ക് തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നതാണ്. അവളുടെ സ്തോത്രഗീതം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാത്രമല്ല, ഒരു നവ മാനവരാശിയുടെ ജനനത്തെക്കുറിച്ച് കൂടി പ്രതിപാദിക്കുന്നതാണ്. ജീവാത്മാവിൽ കേന്ദ്രീകൃതമായ ഒരു ജനത്തെയും അവർ അനുഭവിക്കുവാൻ പോകുന്ന നവ്യമായ സ്വാതന്ത്ര്യത്തെയും കുറിച്ചാണ് അത്. 3, മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ പ്രധാന സന്ദേശം പ്രത്യാശയാണ്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരുടെയും അവിടുത്തെ മഹത്വപൂർണ കരങ്ങളിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് മോചിതരാകുന്നവരുടെയും പ്രത്യാശാഗീതമാണിത്. ഇത് യാഹ്വയുടെ ഏറ്റവും എളിയവരായവർക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിലേക്ക് സ്തോത്രഗീതം നമ്മെ വിളിക്കുന്നു. മരിയഗീതം നമ്മെ എളിമയുടെ യഥാർത്ഥമായ അർത്ഥം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രഗീതം ക്രിസ്തുവിന് ജന്മം ഏകുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ പിറവിത്തിരുനാളിൻ്റെ അരികെ നാം നിലകൊള്ളുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ ദിവ്യകുമാരന് നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും ജന്മമേകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹ
പാ